നമസ്കാരം. തലശ്ശേരി രൂപതാധ്യക്ഷനും സീറോ മലബാർ സഭയുടെ എറണാകുളം രൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഭാ നേതൃത്വം ചുമതലപ്പെടുത്തിയ മെത്രാനുമായ മാർ ജോസഫ് പാമ്പ്ളാനി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിലെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ ആദ്യം കേൾക്കുക. ചിലര് വളരെ അതിരുവിട്ട് എഴുതാറും പറയാറും ഒക്കെ ഉണ്ട്. എന്നെയും പോലും എൻ്റെ പുറത്ത് ആഞ്ഞടിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവിരൽ പാടുകൾ എൻ്റെ പുറത്ത് ഒരു മാസത്തോളം മായാതെ കിടപ്പുണ്ട്. ആ ഒരു വ്യക്തി തന്നെ എൻ്റെ ഡ്രൈവറെ ചവിട്ടി വീഴ്ത്തുകയും എറണാകുളം അരമനയിൽ വെച്ച് ചവിട്ടി വീഴ്ത്തി അവൻ്റെ കഴുത്തിൽ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ഇപ്രകാരമുള്ള സംഭവങ്ങളൊക്കെയും നടന്നതാണ്. ഇതെല്ലാം പലരുടെയും മുമ്പിൽ സംഭവിച്ച അതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ചിലരിതിനകത്ത് അനാവശ്യമായി നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അത്തരക്കാരെക്കുറിച്ച് നിങ്ങളും ജാഗ്രത പാലിക്കണം. അത്തരം ആളുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താൻ സാധിക്കാതെ പോകും. പലപ്പോഴും അത്തരം വ്യക്തികളുടെ സമീപനങ്ങളും പ്രവർത്തനങ്ങളുമാണ് നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ നിലപാടുകളെ അപ്രസക്തമാക്കുന്നതോ അല്ലെ അവഗണിക്കാൻ ബന്ധപ്പെട്ടവരെ നിർബന്ധിതമാക്കുന്നതോ എന്ന സത്യവും കൂടി ഇതിൻ്റെ അനുബന്ധമായിട്ടും കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എറണാകുളത്തെ തൻ്റെ പ്രവർത്തന സമയത്തെ അരമനയിലിട്ട് ചിലർ മാർ പാമ്പ്ളാനിയുടെ മുതുകത്ത് തല്ലിയെന്നും ആ പാട് ആഴ്ചകളോളം പുറത്തുണ്ടായിരുന്നെന്നും തൻ്റെ ഡ്രൈവറെ നിലത്തിട്ട് ചവിട്ടിയെന്നും ഒക്കെയാണ് മാർ പാമ്പ്ളാനി പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്തുമാവട്ടെ, കേരളത്തിലെ ഒരു സീറോ മലബാർ സഭ മെത്രാനെ ആരൊക്കെയോ ചേർന്ന് മുതുകത്ത് തല്ലിയിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ നിലത്തിട്ട് ചവിട്ടിയിട്ട് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു സീറോ മലബാർ സഭാ വിശ്വാസി പ്രതികരിച്ചോ? എവിടെയെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം നടന്നതായി നമ്മൾ ആരെങ്കിലും കേട്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞാട് ഇതിനു വേണ്ടി പ്രതികരിക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതായി നമ്മൾ അറിഞ്ഞോ? ഇനി ഇതേ എറണാകുളത്ത് തന്നെ ഇന്നലെ ദുഃഖാന ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു റാലിയിലെ ചില ദൃശ്യങ്ങൾ കാണിക്കാം. മാർ നിർഗുണൻ ആശീർവാദം വേണോ? ഒടുക്കത്തെ ആശീർവാദം ദില്ലർ കൊടിയൻ വരുവിൻ ശുശ്രൂഷിക്കാം. ഇവിടെ മുഖം മൂടി വെച്ച് അധിക്ഷേപിച്ചിരിക്കുന്നത്, ചീത്ത വിളിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെയും മറ്റു മെത്രാന്മാരെയുമാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രതിഷേധമുയർത്തിയതായി നമ്മൾ കേട്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞാട് സൈബർ വാരിയർ എന്ന നിലയിൽ സഭയെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്ന് പറയുന്നത് നമ്മൾ കേട്ടോ? പക്ഷേ എന്നിട്ടും തൃശ്ശൂരിലെ ചില വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന സൈബർ ഗുണ്ടകൾ പാവപ്പെട്ട നേഴ്സുമാരെ അധിക്ഷേപിക്കാൻ, ആക്ഷേപിക്കാൻ, അവരെ ഉപദ്രവിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ഞായറാഴ്ച, അതായത് നാളെ, തൃശ്ശൂർ രൂപതയിലെ ഇടവകകളിൽ മുഴുവൻ നേഴ്സുമാർ തൃശ്ശൂർ രൂപതാധ്യക്ഷനെയും കത്തോലിക്ക സഭയും അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധ ജാഥ നടത്താനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൂടാതെ അടുത്ത ഞായറാഴ്ച 12 മണിക്ക് തൃശ്ശൂർ ടൗൺ ഹാളിൽ വിശ്വാസികളുടെ സമ്മേളനമുണ്ടത്രേ സഭയെ അധിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കാൻ. ആരാണ് സഭയെ അധിക്ഷേപിച്ചത്? ആരാണ് മെത്രാനെതിരെ പ്രതിരോധിച്ചത്? തൃശ്ശൂർ അമലയിലോ ജൂബിലിയിലോ സമരം ചെയ്യുന്ന ഏതെങ്കിലും ഒരു നേഴ്സോ UNA എന്ന് പറഞ്ഞ സംഘടനയോ മെത്രാനെ അധിക്ഷേപിച്ചതിൻ്റെ വാക്കുകൾ ആരെങ്കിലും പറഞ്ഞു തരാമോ? മെത്രാനെ ചീത്ത വിളിച്ചത് കേൾക്കാമോ? എന്നെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ മറുനാടിന് മുമ്പിലേക്ക് വേണം പ്രതിഷേധ പ്രകടനം നടത്താൻ, അല്ലാതെ പാവപ്പെട്ട നേഴ്സുമാരുടെ നെഞ്ചത്ത് കയറിയല്ല. അവർ പ്രതിഷേധിച്ചത് തൃശ്ശൂർ രൂപതാധ്യക്ഷൻ നേരെയല്ല, അവർക്ക് ശമ്പളം കൊടുക്കാതെ അവർക്കെതിരെ നുണ പ്രചരിപ്പിക്കുന്ന ജൂബിലി ആശുപത്രിയുടെ ചെയർമാനെതിരെയാണ്. എല്ലാ ചർച്ചകളും അവസാനിക്കുന്നത് ബിഷപ്പിനോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ബിഷപ്പിൻ്റെ കണ്ണു തുറപ്പിക്കാൻ അവർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ചോദ്യം ഇവിടെയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു മെത്രാനെ ചവിട്ടിയിട്ട് സീറോ മലബാർ സഭയുടെ അധ്യക്ഷനെ അപമാനിച്ചിട്ട് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും കഴിയാത്തത്? എന്തിനാണ് നിങ്ങൾ ക്രിസ്ത്യാനികളായ നേഴ്സുമാർ മിനിമം ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ യോഗം ചേരുന്നത്? കണ്ണൂർ ജില്ലയിലെ ചിറ്റാലിക്കാലുള്ള ഷാജി തോണക്കര എന്ന കടുത്ത വിശ്വാസി 2 നേഴ്സുമാരുടെ പിതാവാണ്. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു. പ്രിയ ഷാജൻ, ഇതോടൊന്നിച്ച് ഞാൻ 3 ചിത്രങ്ങൾ അയച്ചിട്ടുണ്ട്. അതിലൊന്ന് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ കേരളത്തിലെ പരമാധ്യക്ഷൻ തട്ടിൽ പിതാവിനെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ പാമ്പ്ളാനി ബിഷപ്പിനെ 2 പേരുടെ മുഖങ്ങൾ വികൃതമാക്കിക്കൊണ്ട് 2 പേര് മുഖം മൂടിയൊക്കെ വെച്ച് അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള ബോർഡുകളും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം ഇന്നലെ ജൂലൈ 3 എറണാകുളത്ത് നടക്കുകയുണ്ടായി. ആർക്കും പ്രതിഷേധമില്ല, പ്രകടനമില്ല, കത്തോലിക്ക കോൺഗ്രസ് ഇല്ല, ആത്മായ കൂട്ടായ്മയില്ല.
അവരുടെ ആരുടെയും പ്രതിഷേധവുമില്ല. തൊട്ട് താഴെ മറ്റൊരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്, ജൂലൈ 5 പ്രതിഷേധ ദിനവും വിശദീകരണ യോഗവും. എന്താ പറയുന്നത്? അതിരൂപതയും അതിരൂപത അധ്യക്ഷനെയും, തൃശ്ശൂരുകാരുടെ വകയാണ്, തൃശ്ശൂർ അതിരൂപതയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം. ഉടുപ്പില്ല ഇവർക്ക്. തൃശ്ശൂരിൽ അതിരൂപത അധ്യക്ഷന്റെ ഭവനത്തിലേക്കൊന്നുമല്ല, ബിഷപ്പ് ഹൗസിലേക്കല്ല മാർച്ച് നടത്തിയത് നഴ്സുമാർ. അവർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ ചെയർമാന്റെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയത്. അതിരൂപത അധ്യക്ഷനാണെങ്കിൽ അതിരൂപതയും ഭരിച്ച് സഭയും ഭരിച്ചു പോകണം. അതിരൂപത അധ്യക്ഷൻ ആത്മീയമായ കാര്യങ്ങൾ നടത്തി പോകണം. അതിരൂപത അധ്യക്ഷന്റെ പേരിൽ ആശുപത്രി ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ ചെയർമാനാണെങ്കിൽ തീർച്ചയായും അവിടെ പ്രതിഷേധിക്കും. 2, അവിടെ പ്രതിഷേധിക്കാൻ പോയ നഴ്സുമാർ ജപമാല ചൊല്ലിക്കൊണ്ടാണ് പ്രതിഷേധിച്ചത്, അല്ലാതെ അവിടെ തെറി വിളിക്കുകയല്ലേ ഇത്. ഞാൻ ഇതോടൊന്നിച്ച് എറണാകുളത്ത് കൽദായവാദികളായ ആൾക്കാർ നടത്തിയ പ്രകടനത്തിൽ മെത്രാന്മാരുടെ മുഖം മൂടിയും വെച്ച് അവരെ ചീത്ത വിളിച്ചതിനെക്കുറിച്ച് ഒരു പ്രതിഷേധവുമില്ല. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് മാർ ആൻഡ്രോസ് ആഴത്തെ സംശയിക്കേണ്ടതില്ല. ആൻഡ്രോസ് ആഴത്തിനെ മാർ കരിയിലിന്റെ, അതായത് എറണാകുളം രൂപതയിൽ നിന്ന് അധിക്ഷേപിച്ച് ഇറക്കിവിട്ട CMI ബിഷപ്പ്, CMIക്കാരനായിരുന്നു അദ്ദേഹം, ബിഷപ്പായി മാറിയ മാർ കരിയിലിന്റെ ശാപം പിന്തുടരുന്നുണ്ട്. അതിന് ഓരോന്നിനും കണക്ക് പറയേണ്ടി വരും അദ്ദേഹം, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ജാസ്മിൻ ഷാ ഇങ്ങനെ എഴുതിയത്. ഇതൊന്നും കണ്ട് ഞങ്ങൾ ഭയപ്പെടില്ല. വീണ്ടും പറയുന്നു, ഇതൊരു തൊഴിൽ സമരമാണ്, അതിലേക്ക് മതത്തെ കൊണ്ടുവരരുത്. അതിരൂപതയോ അതിരൂപത അധ്യക്ഷനെയോ UN ഒരു കാലത്തും അവഹേളിച്ചിട്ടില്ല. ആശുപത്രികളുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിയും തുടരും. ചെയർമാൻ എന്ന നിലയിൽ ബിഷപ്പ് തീരുമാനമെടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മാനേജ്മെന്റുകൾ അറിയിച്ചതായി ആരോഗ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. തൃശ്ശൂരിലെ മറ്റ് ആശുപത്രികൾ നൽകിയ പോലെയോ അമലയുടെ സഹോദര സ്ഥാപനമായ രാജഗിരിയോ LFO നൽകിയ പോലെയോ ഇടക്കാലാശ്വാസം നൽകുകയും ചൂഷണത്തിന്റെ അളവുകോലായ കോൺട്രാക്ട് വ്യവസ്ഥ എടുത്തു കളയുകയും 2018 സർക്കാർ ഉത്തരവിറക്കിയ രീതിയിൽ 3 ഷിഫ്റ്റ് സമ്പ്രദായം എല്ലാ ഡിപ്പാർട്ട്മെന്റും നടപ്പിലാക്കിയാൽ ആ സമയം അവസാനിപ്പിക്കും ഈ സമരം. പ്രിയ പിതാവേ, ഏതെങ്കിലും മണ്ടൻ ആളുകളുടെ ഉപദേശം അങ്ങയെപ്പോലുള്ള മഹത് വ്യക്തികൾ കേൾക്കരുത്. ഇത്തരം യോഗങ്ങളെല്ലാം അങ്ങയെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നറിയുക. സമരത്തിലിരിക്കുന്ന 80% പേരും അങ്ങയുടെ രൂപത്തിലെ ആളുകളാണ് എന്നത് ഓർക്കുക. യുക്തമായി തീരുമാനമെടുക്കുക. നീതി നടപ്പിലാക്കുമ്പോൾ അങ്ങയുടെ സ്ഥാനം, മഹത്വം എന്നത് വാനോളം ഉയരുകയാണ് ചെയ്യുക. നീതിക്ക് വേണ്ടിയുള്ള അതിജീവന പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നഴ്സിംഗ് സമരത്തെ എന്തുകൊണ്ട് എതിർക്കണം എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞാട് എഴുതിയ ചെറിയൊരു പോസ്റ്റ് വായിച്ചിട്ട് അതിന് വിശദീകരണം കൊടുത്തരാം. ജോസഫ് ദാസൻ എന്നാണ് ഈ കുഞ്ഞാടിൻ്റെ പേര്. ഞാൻ നേഴ്സുമാരുടെ സമരത്തെ പിന്തുണയ്ക്കാത്തത് ഏത് രീതിയിൽ, എന്തുകൊണ്ട്? നേഴ്സുമാരുടെ നിരവധി സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയുള്ള എനിക്കിപ്പോൾ കേരളത്തിൽ നടക്കുന്ന നേഴ്സുമാരുടെ സമരത്തെ ധാർമ്മികമായി പിന്തുണയ്ക്കാൻ തോന്നുന്നില്ല. ഇതിന് പിന്നിൽ സഭയെ തകർക്കാനുള്ള ഗൂഢശക്തികളുടെ ഇടപെടലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് കാരണങ്ങളുണ്ട്. നേഴ്സുമാർക്കെന്നല്ല, തൊഴിൽ ചെയ്യുന്ന ഏവർക്കും മാന്യമായ വേതനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ സമരം അധാർമികമാകുന്നത് പ്രധാനമായും താഴെ പറയുന്ന കാരണങ്ങളാലാണ്. ഒന്ന്, ക്രൈസ്തവ ആശുപത്രികൾ ശമ്പളം കൂട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലായിടത്തും ശമ്പളം ഒരുപോലെ കൂട്ടുവാൻ സർക്കാർ ഇടപെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് അധികാരികൾ പരസ്യമായി വാക്ക് നൽകുകയും ചെയ്യുന്നു. 10,000 നേഴ്സുമാരുടെ ശമ്പളം കൂട്ടാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞങ്ങൾക്ക് 1000 പേരുടെ ശമ്പളം കൂടിയാൽ മതി എന്ന് സമരക്കാർ പറഞ്ഞാൽ സമരത്തിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യം സങ്കുചിതമാണെന്ന്, നേഴ്സുമാർ എന്ന വർഗ്ഗബോധം എന്നതിനേക്കാൾ ഈ സമരത്തിൽ മുഴച്ചു നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നത് സഭാവിരുദ്ധതയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണോ? വിവരക്കേടിന് കാലും കൈയും വെച്ച ജോസഫ് ദാസനോട് പറയുന്നത്, നിങ്ങൾ യേശുവിൻ്റെ ദാസനാകാൻ കൊള്ളാം, നിങ്ങൾ പക്ഷേ ഒരു ഗുണ്ടയായ തിരുമേനിയുടെ ദാസനായാൽ ഇങ്ങനെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. വാസ്തവത്തിൽ UNA എന്ന് പറയുന്ന സംഘടന തുടങ്ങിയതുകൊണ്ട് മാത്രം അതുള്ളിടത്ത് മാത്രമാണ് ശമ്പള വർധന ഉള്ളത്. UNA ഇല്ലാത്തിടത്തൊക്കെ ഇപ്പോഴും 20,000-ഉം അതിൽ താഴെയും ശമ്പളമാണ്. മാത്രമല്ല, സർക്കാർ പ്രഖ്യാപിച്ച ഞങ്ങൾ കൊടുക്കാമെന്ന് പറയുന്നത് നുണയാണ്. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ശമ്പള വർധനവും ഇതുവരെ ഇവർ നടപ്പിലാക്കിയിട്ടില്ല. സർക്കാർ പ്രഖ്യാപിക്കുന്ന ശമ്പള വർധനവ് സാങ്കേതിക കാരണങ്ങളാൽ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്ത് നീട്ടിക്കൊണ്ടു പോകാനാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. 2018 മുതൽ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. 2 തവണ ശമ്പള വർധനവ് ഉണ്ടായത് സമരം നടത്തി ഇടക്കാലാശ്വാസം വാങ്ങിയതാണ്. ഈ യാഥാർത്ഥ്യം അറിയാതെയാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്. ഈ സമരം സഭയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നു എന്നതിന് തെളിവുണ്ട്, പറയാം. സർക്കാർ നിയമം രൂപപ്പെടുത്തിയില്ലെങ്കിൽ ശമ്പളം കൂടാൻ സാധ്യതയില്ലാത്ത നേഴ്സുമാർ ഞങ്ങൾക്ക് വേണ്ടി കൂടി സമരം ചെയ്യുമെങ്കിൽ മതി, ഞങ്ങളുടെ പേരുള്ള സമരം ചെയ്യൽ എന്ന് പറയാൻ ഇടവരാത്ത വിധം എന്തൊക്കെയോ വിഷം അവർ കുത്തിവയ്ക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദാഹരണത്തിന്, ആലപ്പുഴയിലെ നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടണമെന്ന് ഒരു സംസ്ഥാന സംഘടന ആവശ്യപ്പെട്ടാൽ അതെന്താ ഞങ്ങളുടെ കൂട്ടണ്ടേ എന്ന് മറ്റു ജില്ലക്കാർ ചോദിക്കുമെന്ന് സാമാന്യയുക്തിയല്ലേ?
തൃശ്ശൂരിലെ നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞതും ബാക്കിയുള്ളവർ ബഹളം വയ്ക്കും. എന്നാൽ ഇവിടെ അതുണ്ടാകാത്തത് ഇത് വർഗീയ വിഷം ഇടകലർത്തി ടാർഗറ്റ് ചെയ്ത് സമരമായതുകൊണ്ടാണ്. തൃശ്ശൂർ പോലും പറയാതെ തൃശ്ശൂർ രൂപത എന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് മറ്റുള്ളവരെ നിശബ്ദരാക്കുന്ന സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾ കഴിഞ്ഞിരിക്കുന്നു. നേഴ്സുമാരുടെ നന്മ എന്ന വ്യാജേന സഭയെ ആഞ്ഞടിക്കാൻ അവർ അവസരമുണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനാകുന്നില്ല. തൃശ്ശൂർ രൂപതയുടെ നിലപാട് പോലെ എല്ലാ നേഴ്സുമാർക്കും നന്മയുണ്ടാകുന്ന രീതിയിൽ സമരം മാറ്റുക. അടുത്ത പച്ചക്കള്ളം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമാണ് സമരം പ്രഖ്യാപിച്ചത്. ഈ സമരം പ്രഖ്യാപിച്ച ഒട്ടുമിക്ക ആശുപത്രികളും അപ്പോൾ തന്നെ ചർച്ച നടത്തി ശമ്പളം കൂട്ടി. പിന്നെ ബാക്കി വരുന്ന ആശുപത്രികൾ എല്ലാ ജില്ലകളിലും തൃശ്ശൂരിലെ അടക്കം ചർച്ച നടത്തി കുറേ ദിവസങ്ങൾക്കകം ശമ്പളം വർദ്ധിപ്പിച്ചു. ഈ 2 ആശുപത്രികൾ മാത്രം ചർച്ചയ്ക്ക് വഴങ്ങാതെ ശമ്പളം വർദ്ധിപ്പിക്കാതിരുന്നു. അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ തൃശ്ശൂരിന് മാത്രം സമരം, ആലപ്പുഴയ്ക്ക് സമരമില്ല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു വിവരക്കേട് മാത്രമാണ്. സർക്കാർ നിയമമുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടും സമരം നിർത്തുന്നില്ല. സർക്കാർ നിയമം രൂപപ്പെടുത്താം, നടപടിക്രമങ്ങൾക്ക് 2 മാസം സമയം തരുമെന്ന് ആരോഗ്യമന്ത്രി വാക്ക് നൽകിയിട്ട് സമരം നിർത്താത്തത് എന്തുകൊണ്ടാണ്? ഒരു ക്രൈസ്തവ സംവിധാനത്തിന് അമർഷം ആളിക്കത്തിക്കുന്ന 2 മാസം കൂടി തുടരുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അടുത്ത വിവരക്കേടാണ്. 2018 മുതൽ സർക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. സർക്കാർ അതിനുശേഷം നടപടിക്രമങ്ങൾ എടുക്കും. ഈ നടപടിക്രമങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കോടതിയിൽ പോകും. ആകപ്പാട് നേഴ്സുമാർ മാന്യമായ ശമ്പളം കൈപ്പറ്റുന്നത് ഈ 2 തവണയും സമരം നടത്തി ഇടക്കാലാശ്വാസം കൈപ്പറ്റിയതുകൊണ്ടാണ്. 2018-ലും 2023-ലും നിയമനിർമ്മാണം വരുന്നത് ഇടക്കാലാശ്വാസം കൊടുക്കാൻ മാനേജ്മെൻറ്റുകൾ നിർബന്ധിച്ചതുകൊണ്ടാണ്. അത് 2026-ലും സമരം നടത്തി മറ്റാശുപത്രികൾ സമ്മതിച്ചു, ഇവർ മാത്രം സമ്മതിക്കുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ സമരം ജനങ്ങൾക്കെതിരെ. പലചരക്ക് വ്യാപാരികൾ സാധനങ്ങളുടെ വില കൂട്ടണം എന്ന് പറഞ്ഞ് സമരം ചെയ്താൽ എങ്ങനെയിരിക്കും? സമൂഹത്തിൽ ആരെങ്കിലും അതിന് കൂട്ടുനിൽക്കുമോ? യഥാർത്ഥത്തിൽ സാധനങ്ങളുടെ വില ഒരു പരിധി വരെ കൂടാതിരിക്കാൻ MRP നിശ്ചയിക്കാൻ വേണ്ടിയാണ് പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളത്. ആശുപത്രിയുടെ ദൈനംദിന ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഫലത്തിൽ ചികിത്സാ ചെലവുകൾ കൂട്ടാനുള്ള സമരമാണ്. ഇത് ജനങ്ങൾക്കെതിരായ സമരമാണ്. സത്യം പറഞ്ഞാൽ ഇതോട് വായിച്ചതോടെ ഈ വിവരദോഷിക്ക് മറുപടി പറയാൻ ശ്രമിച്ചത് അബദ്ധമായല്ലോ എന്നോർത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പലചരക്ക് വ്യാപാരികൾ സാധനങ്ങളുടെ വില കൂട്ടണമെന്ന് പറഞ്ഞ് സമരം നടത്തുന്ന പോലാണത്രേ നേഴ്സുമാർ അവർക്ക് ജീവിക്കാൻ ആവശ്യത്തിന് ശമ്പളം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. 4 വർഷം നേഴ്സിംഗ് പഠിച്ചിട്ട് 25 വർഷമായി അമലയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് 45,000 രൂപ മാത്രമേ ശമ്പളമേ ഉള്ളൂ. അത് തെറ്റാണ്. അവർക്ക് അതിനേക്കാൾ കൂടുതൽ അർഹതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് പലചരക്കുകാർ സാധനങ്ങളുടെ വില കൂട്ടാൻ നടത്തുന്ന പോലെയാണ് എന്ന് പറഞ്ഞ് എന്ത് വിവരക്കേടാണ്. മാത്രമല്ല, നേഴ്സുമാർക്ക് മാത്രമാണോ നിങ്ങളുടെ അയിത്തം? ഡോക്ടർമാരോട് എന്താണ് ഈ ആശുപത്രികൾക്ക് അയിത്തമില്ലാത്തത്? അവർക്ക് ചോദിക്കുന്ന പണം കൊടുക്കുമല്ലോ. നേഴ്സുമാർക്ക് മാത്രം എന്താണ് യോഗ്യത? ഈ സമരമുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ശമ്പളം കിട്ടുന്നത്. UNA തുടങ്ങുന്നതിന് മുൻപ് നേഴ്സുമാരുടെ അവസ്ഥ എന്തായിരുന്നെന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നേഴ്സുമാർ വല്ലതുമുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കുക. ഒരു കാര്യം തീർത്തു പറയാം, ഇത് സഭയ്ക്കെതിരായ സമരമല്ല, സഭയ്ക്ക് അനുകൂലമായ സമരമാണ്. ഈ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്താൽ സഭാ വിശ്വാസികൾ ഒപ്പം നിൽക്കും, അല്ലെങ്കിൽ വിശ്വാസികൾ കൂട്ടത്തോടെ സഭാ നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങും.